അനു, നീ എന്താ മൂഡ് ഓഫ് ആയിരിക്കുന്നേ? ഒന്നുമില്ല. ഞാൻ ഈയിടെയായി നിന്നെ വല്ലാതെ വഴക്കു പറയുന്നുണ്ടല്ലേ? അമ്മ നിന്നോടുള്ള സ്നേഹക്കുറവുകൊണ്ട് പറയുന്നതല്ല. നിനക്കറിയാലോ, സിംഗപ്പൂരിലെ നമ്മുടെ ബിസിനസ് പ്രോബ്ലംസ്. ഓരോ ദിവസം 100 പ്രശ്നങ്ങളാ അവിടെ. അതെല്ലാം ഇട്ടെറിഞ്ഞിട്ടാ ഞാനും നന്ദൻ ഇങ്ങോട്ട് വന്നത്. അതിനിടയില് ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ഞാൻ മോളെ വല്ലാതെ വഴക്ക് പറയുന്നുണ്ട്. ഞാൻ നിന്നെ തല്ലിയതൊക്കെ നിനക്ക് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. നന്ദൻ പറയുമ്പോഴാ ഞാൻ പലതും തിരിച്ചറിയുന്നത്. നന്ദൻ എന്നെ കുറെ കുറ്റപ്പെടുത്തി. നന്ദന് നിന്റെ കാര്യത്തിൽ എന്നെക്കാൾ കരുതലും സ്നേഹവും ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയേ. ഒരു തരത്തിൽ നന്ദൻ എനിക്കും നിനക്കും വേണ്ടി കഷ്ടപ്പെടുവല്ലേ? നന്ദൻ ഉള്ളതുകൊണ്ട് മാത്രമാ നമ്മുടെ ബിസിനസ്സൊക്കെ അവിടെ നടന്നു പോകുന്നത്. എന്നിട്ടും നന്ദൻ അർഹിക്കുന്ന സ്ഥാനം നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. നീ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം മോളെ. ഞാൻ എന്താ ആലോചിക്കാനാ? ഞാൻ നിന്നോട് ആവശ്യപ്പെട്ട കാര്യം നിനക്ക് ചെയ്തു തന്നൂടെ? അമ്മ പറഞ്ഞു തുടങ്ങിയപ്പോഴേ അതെവിടെത്തോന്ന് ഞാൻ ഊഹിച്ചു. ഇക്കാര്യത്തിലേക്ക് വരുന്നതിനെ അമ്മ ഇത്രയും കഷ്ടപ്പെടണ്ടായിരുന്നു. സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പൊതുവെ എല്ലാ കാര്യത്തിനും എന്റെ അമ്മ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണല്ലോ. മോളെ, നിന്റെ പവർ ഓഫ് അറ്റോർണി നമ്മുടെ ബിസിനസിന്റെ ഭാവി തീരുമാനിക്കുന്ന ഒന്നാണ്. ബിസിനസിന്റെ ഫ്യൂച്ചർ നിന്റെ തീരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയില്ല. അത് ബിസിനസിന്റെ നടത്തിപ്പിൽ പല തടസ്സങ്ങളും ഉണ്ടാക്കും. ഇക്കാര്യം അമ്മ എന്നോട് എത്ര വട്ടമായിട്ട് പറയുന്നു. എത്ര പ്രാവശ്യം പറഞ്ഞാലും എനിക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ, നോ. അത് തന്നെയാണ് എന്റെ വൺ ആൻഡ് ഓൺലി റിപ്ലൈ. ഈ ഡോക്യുമെന്റ്സിൽ നീ സൈൻ ചെയ്തിരിക്കും. ഞാൻ നിന്റെ അമ്മയാണെങ്കിൽ ആ സൈൻ വാങ്ങിയെടുക്കാൻ എനിക്കറിയാം. നാളെ ഇത് സൈൻ ചെയ്ത് കിട്ടിയിരിക്കണം. നടക്കില്ലമ്മേ. എന്റെ അച്ഛന്റെ അധികാരങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് എടുത്തിട്ട് പെരുമാറാൻ ഞാൻ എഴുതി തരില്ല. അമ്മയും അയാളും അത് സ്വപ്നം കാണണ്ട. 4 ദിവസമാ എനിക്കും രഘുനന്ദനും സിംഗപ്പൂരിലേക്ക് പറക്കാൻ ബാക്കിയുള്ളത്. അതിനകം നീ ഇത് സൈൻ ചെയ്ത് രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ നീയും കുഴപ്പത്തിലാവും. ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ടമ്മേ. ഇതെപ്പോഴും പറയുന്ന പോലെയല്ല. സിംഗപ്പൂരിലേക്ക് പോകുമ്പോ നീയും ഞങ്ങളോടൊപ്പം ഫ്ലൈ ചെയ്യേണ്ടി വരും. പിന്നീട് ഒരിക്കലും നീ നിന്റെ ഫ്രണ്ട്സിനെ കാണില്ല. നാട്ടിലെ നിന്റെ കോളേജ് ലൈഫും ഹോസ്റ്റൽ ജീവിതവും എല്ലാം നീ അവസാനിപ്പിക്കേണ്ടി വരും. എന്റെ ഈ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല, ഓർത്തോ? സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോവോ? എന്റെ ഫ്രണ്ട്സിനെ ഇനി എനിക്ക് കാണാൻ കഴിയില്ലേ? എന്റെ ഈശ്വര, അവരെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ലല്ലോ. ഇവിടെ നിന്ന് പുറത്തു പോകാൻ അനുവാദമില്ല.